സലാം ഉസ്താദ് മെന്റലിസം ചെയ്യുന്നതിന് ഇതിന് മുമ്പ് ഈ മെന്റലിസം ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു മെന്റലിസം ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ മെന്റലിസം ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോയിലാണ്, പക്ഷേ ഈ മെന്റലിസം ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് നേരിട്ടൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമുക്ക് സിമ്പിളായിട്ട് ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കും. ലോകത്തുള്ള ആരുടെ പേരാവാം, ആര് പേരുടെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ലോകത്ത് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എവിടെ ആവാം, ഇന്ത്യയിലാവണമില്ല, ഔട്ട് ഓഫ് കൺട്രി. അതാണ് ഒന്നാമത് ഞാൻ ചോദിച്ച ചോദ്യം. ലോകത്തുള്ള ഒരാളെ പേര് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കാനാണ്. ആ പുസ്തകം വിചാരിച്ച പേര് അബ്ദുൽ മജീദ്. ജസ്റ്റ് ഒന്നാമത്തോ എടുക്കുക. പുസ്തകം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ആയിരിക്കൂല. സുഹൃത്ത് നമുക്കൊരു മെന്റലിസം ചെയ്താലോ? റെഡി അല്ലേ? കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം. സലാം ഉസ്താദ് മെന്റലിസം ചെയ്യുന്നതിന് ഇതിന് മുമ്പ് ഈ മെന്റലിസം ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു മെന്റലിസം ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ മെന്റലിസം ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോയിലാണ്, പക്ഷേ ഈ മെന്റലിസം ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് നേരിട്ടൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമുക്കിത് വീഡിയോ എടുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് രണ്ടാമത്. ആദ്യത്തത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യത്തേതായിരുന്നു നന്നായത്, ഇതാണ് രണ്ടാമത്തതാണ് നന്നായതെന്ന് ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ നമുക്ക് തുടങ്ങാം. നമ്മൾ ചെയ്യുന്നത് ഒരു 3 ടാസ്ക്കാണ്. 3 ടാസ്ക് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പറഞ്ഞ കമൻറ്റുകൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഷുവർ ഉസ്താൻ ഇപ്പോൾ ലോകത്ത് ഇഷ്ടമുള്ള ഒരാളുടെ പേര് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് പേര് അവരിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം, ഇഷ്ടമില്ലാത്ത ഒരാളാവാം, മരിച്ചവരോ ജീവിച്ചവരോ. നമ്മളിപ്പം ഉദാഹരണത്തിൽ ചോദിച്ചാൽ റസൂലുള്ളാഹിൻ്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് പുറമെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേര് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. ആ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ജെന്യൂൻ ആവണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒരു പേര് മനസ്സിൽ വരണം. ഒരാളുടെ പേര്, അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കും. ലോകത്തുള്ള ആരുടെ പേരാവാം, ആര് പേരുടെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അവരുടെ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വായിക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് കൈതരാം. ഓക്കെ. ആ പേര് അതിൻ്റെ 1 by 1 ലെറ്റർ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാം. ഓക്കെ. കുറച്ച് ലോങ് പേരാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. കൊടുക്കാൻ വേണ്ടി വെച്ച പേരാണ്. ഓക്കെ. എന്നാലും ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ എന്ന് തോന്നിയിട്ട് കുറച്ച് ലോങ് പേരാണ്. ഓക്കെ ഓക്കെ. ഞാനൊരു പേര് ഇവിടെ ജസ്റ്റ് എഴുതാണ്. ശരിയാവും 100%. ഇപ്പോൾ ഞാൻ ആദ്യം പറയാണ് മെൻ്റലിസമാണ്. 100% ശരിയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 70% നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ ഓക്കെ. അവരെ പേര് ജസ്റ്റ് ഒന്ന് 1 by 1 ലെറ്റർ ഇങ്ങനെ അവരെ മനസ്സിലിങ്ങനെ ഇതാക്കുന്നതായിട്ട് ജസ്റ്റ്. ഓക്കെ. അതന്നല്ലേ? സോ ഞാനൊരു പേരിവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. നമ്പർ 1. നമുക്ക് ലാസ്റ്റ് 3 ടാസ്കിന് നോക്കാം. കുഴപ്പമില്ലല്ലോ? ഞാനൊരു ഓക്കെ. നമുക്ക് അടുത്ത ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഉടായിപ്പാണെന്ന് ലാസ്റ്റ് ഇതാക്കണ്ടല്ലോ പ്രേക്ഷകരോട്. ആ പേരെന്താണ്? ഞാനൊരു പേര് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ആ പേര് പറഞ്ഞു. കുഴപ്പമില്ല, പറഞ്ഞോളി. അബ്ദുൽ മജീദാണ്. ഞാൻ പറഞ്ഞു 70% ആണ്. ശരിയാവും അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ. രണ്ടാമത്തെ ടാസ്ക്. ലോകത്ത് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എവിടെ ആവാം, ഇന്ത്യയിലാവണമില്ല, ഔട്ട് ഓഫ് കൺട്രി. ഓക്കെ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ജസ്റ്റ് വിചാരിക്കാം. ജസ്റ്റ് വിചാരിച്ചു. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു പ്ലേസാണെന്ന് തോന്നുന്നു, എന്നാലും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ. അതിൻ്റെ ഞാനൊരു ഒരു കടലാസ് കൂടി ഉണ്ട്. ഈ കടലാസ് ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആ ഒരു പ്ലേസിലേക്ക് പോകുന്നതായിട്ട് വിചാരിക്കാം. വിത്ത് ഫാമിലിയോ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്നതായിട്ട് വിചാരിക്കാം. പരിപാടിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. ഷുവർ? ഓക്കെ. നോക്കാം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്. ഓക്കെ. ഞാനൊരു പേരിവിടെ നമ്പർ 2. ഓക്കെ. ഓക്കെ. മൂന്നാമത്തൊരു ടാസ്ക്കാണ്. പിന്നെ നമുക്കൊരു 6 ഐറ്റംസ്
ഓക്കെ ടെസ്റ്റർ. ഉസ്താദ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റ് ശ്രദ്ധിക്കുക. 1 2 3 4 5 6 1 2 3 4 5 എൻ്റെ കണ്ണ് നോക്കിയിട്ട് അതിങ്ങനെ പറയാം. ജസ്റ്റ് 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. ദെൻ സി ഇവിടെ ഒരു ചാർട്ട് എന്ന് വിചാരിക്കുക. നമ്മൾ LKG UKG ഉള്ള പോലത്തെ ഒരു ചാർട്ടിൽ ON ഈ ലെറ്റർ 1 by 1 1 by 1 ലെറ്റർ ഇങ്ങനെ എഴുതി ജസ്റ്റ് ഒന്ന് കാണാൻ നോക്കുക. അറ്റ് ദ സെയിം ടൈം അതിലേക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് റാൻഡം ആയിട്ട് 1 2 3 4 5 6 out അങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നില്ല, ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. ജസ്റ്റ് 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. ദെൻ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. ജസ്റ്റ് കണ്ണ് നോക്കുക. 1 2 3 4 5 6 ജസ്റ്റ് നോക്കിയിട്ട് 1ൻ്റെയും 6ൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് ജസ്റ്റ് ഐറ്റംസിലേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഒന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഓക്കെ, ഒരു നമ്പർ വിചാരിച്ചല്ലോ. ആ നമ്പർ ഏതാ? ഞാൻ ഒരു മിനിറ്റ് മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ 1 2 3 നമ്പർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു നമ്പർ വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഏതാ നമ്പർ? ഏതാ? 4 മീൻസ് FOUR. FOUR ഇത് മീൻസ് പെൻ അല്ലേ? ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കുക. ഞാൻ പറഞ്ഞു ഒന്നിനൊന്ന് ഫോക്കസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഷക്കൂർ സാറിനോട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മെൻ്റലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നു ഉടായിപ്പല്ലേ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് അംഗീകരിക്കില്ല ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദ് ഞാൻ വന്നാൽ എന്തായാലും ചെയ്യും. ഇപ്പോൾ ടൈം എത്ര ദിവസം? 1:55 ടൈം രാത്രി. ഇപ്പോൾ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് ഇറ്റ്സ് ഓക്കെ പെണ്ണി ഇറ്റ്സ് ഓക്കെ, നമുക്കത് നോക്കാം, റിവീൽ ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് നോക്കാം. നമ്പർ 2 ഞാൻ എഴുതിയതാണ്. ഓരോന്ന് എഴുതിയതിന് ശേഷമാണ് നിങ്ങൾ ചോദിച്ചതൊക്കെ. അത് എന്താണ് നമ്മൾ തമ്മിലൊരു ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഇത് മാറിപ്പോണ ഞാൻ ചോദിച്ചത്. 1 2 3 ഉസ്താദ് ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നാമത് ഞാൻ ചോദിച്ച ചോദ്യം ലോകത്തുള്ള ഒരാളെ പേര് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കാനാണ്. ആ ഉസ്താദ് വിചാരിച്ച പേര് അബ്ദുൽ മജീദ്. ജസ്റ്റ് ഒന്നാമത്തോ എടുക്കുക. ഉസ്താദ് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ആയിരിക്കൂല, ഓക്കെ ഒന്ന് വായിച്ചു നോക്കൂ ഉസ്താദ്. അബ്ദുൽ മജീദ്. ഓക്കെ, രണ്ടാമത്തത് നമ്പർ 2. രണ്ടാമത് ഞാൻ പോയി ലോകത്തൊരു ഇഷ്ടമുള്ളൊരു സ്ഥലം. ഞാനതിന് ഒരു ക്ലൂ തന്നിരുന്നു, പരിപാടികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള. ഓക്കെ, സലാലാണ് റൈറ്റ് ആണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒന്നിന് ഫോക്കസ് ചെയ്ത് എക്സ്ട്രാ പറഞ്ഞിരുന്നു. ജസ്റ്റ് അതിനിങ്ങനെ അപ്പോൾ റാൻഡം ആയിട്ട് ജയിക്കാണ് വന്നത്. നമുക്ക് ഏതാ വന്ന കയ്യിൽ മൂന്നാമതായിട്ട്? പെന്ന്. അത് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ സാധ്യത. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. പെന്ന് ശരിയായോ? എന്നാ എങ്ങനെയുണ്ട്? ഉടായിപ്പാണോ? എന്താ പരിപാടി പറയണത്? എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്കിത് നമ്മളിത് സത്യം പറഞ്ഞാൽ അത് നമുക്ക് അതായത് ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്നുകൂടി ചെയ്യാം, എന്നൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ഇത് അതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം ചെയ്തതിനേക്കാൾ ഉഷാറാണോ ഇതെന്ന് ഞാൻ പറയാം. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയിട്ടാണ് ഇത്. കാരണം എന്താണ്, ഒന്നാമത് നേരത്തെ ഞാൻ പറഞ്ഞ പേര് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഫെമിലിയറായ, ഒരു പക്ഷേ മൂപ്പർക്കും കൂടി അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഒന്നുകൂടി മാറ്റിപ്പിടിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞതിനോട് എനിക്ക് പിന്നെ അങ്ങനെ ചില ട്രിക്കുകൾ ഈ പ്രാവശ്യം ഞാൻ ഒന്നുകൂടി മാറ്റിപ്പിടിച്ച് ഒന്ന് തെറ്റിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അതെനിക്കറിയാം. കാരണം ഇതിന് മെൻ്റലിസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഫൈറ്റ് മൂടുള്ള ഒരാൾ നമ്മൾ തോപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നാലും നമ്മൾ കൊടുക്കുന്ന കമൻറ്റിൽ പിന്നെ അവർ എന്താണ് ട്രിക്ക്? ഇത് ട്രിക്ക് അല്ല നമ്മൾ, അതായത് ഈ ഞാൻ കറക്റ്റ് ചോദിക്കുന്നത് ഇതൊരു മാജിക് ആണോ അതോ? സത്യം പറഞ്ഞാൽ മെൻ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഫോമാണ്, ഒരു കലയാണ്.
ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇതൊക്കെ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഒബ്സർവേഷനാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഫേസ് റീഡിംഗ് ഒക്കെ നമ്മൾ പറയും പോലെ ഒരാൾ മുഖം നോക്കിയിട്ട് അവരുടെ ഏകദേശം പേഴ്സണാലിറ്റി പറയാമെന്നൊക്കെ എന്നുള്ളതൊക്കെ അത് ഒബ്സർവേഷനാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളെ മുഖം നോക്കുമ്പോൾ അയാൾ എല്ലാം അവിടെ എഴുതി വെക്കുന്നില്ലല്ലോ. ഒബ്സർവേഷനാണ് മെയിനായിട്ട്. ഉദാഹരണത്തിന് ഒരാളുടെ ഇരുത്തം, അപ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേരുടെ ഇരുന്നിട്ടുള്ള രണ്ടുപേരുടെ ഇരുത്തം മാത്രം നോക്കി നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഏകദേശം ഒരാളെ ക്വാളിറ്റി പറയാൻ പറ്റും, അയാളുടെ സ്വഭാവം പറയാൻ പറ്റും. ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പം ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് ഓരോരുത്തരെ പിന്നെ എന്താ പറയുക രഹസ്യ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ? രഹസ്യ കാര്യം പറയാൻ പറ്റും, അത്ര ജെന്യൂനായിട്ട് അത് ഫുള്ളായിട്ടൊന്നും ഒരാളുടെ രഹസ്യമൊന്നും ഒരാൾക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കമൻറ്റുകൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് റിപ്ലൈ, അതായത് ഞാൻ നേരത്തെ നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു ഞാൻ മനസ്സിൽ നിങ്ങൾ ഞാൻ ഇതെന്താണെന്ന് പറയുക, മനസ്സിൽ പറയാന്ന് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ ഒബ്സർവേഷൻ, അവരുടെ ഫേസ് റീഡിങ്ങിലുണ്ടാകുന്ന എക്സ്പ്രഷൻ, ഇതൊക്കെ ഇപ്പം ഞാൻ അബ്ദുൽ മജീദ് എന്നുള്ളത് അത്ര കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെ അതിൻ്റെ എന്താ പറയുക, അത് ഒബ്സർവേഷനാണ്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് ഇതിപ്പോൾ പറയാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിത മാർഗ്ഗമാണ്. നമ്മളെപ്പോൾ ആയിട്ടായിരുന്നില്ല റിവീൽ ചെയ്തിട്ട് അത് നമുക്ക് ആലോചിക്കുക. ഇൻഷാല്ലാ ഫീസ് അടിച്ചാൽ എല്ലാവർക്കും പഠിപ്പിച്ചു തരും. പിന്നെ ഇത് മാത്രമല്ല, ഇത് ചെറിയ ബേസിക് ആണ് മെന്റലിസ്റ്റിന്റെ. അല്ല എന്നാലും എനിക്കതിനെ പിന്നെ എന്താണ് രണ്ടാമത് അദ്ഹ അല്ലേ, അബ്ഹ എന്നുള്ള സ്ഥലം സത്യം പറയാം എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം ഒന്നായിട്ട് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു പരിചയമില്ല. അത് ഓക്കെ. പിന്നെ നമ്മൾ ഓരോ കമൻറ്റുകൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്നുള്ളൊരു ധാരണ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചതിൽ പിന്നെ ആയിഷ എന്നുള്ള പേരായി നിങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൽ എ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും എ ഉണ്ട്. പക്ഷെ ആയിഷ എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എ ആണ്. എക്സാക്ട്ലി അത് തന്നെ പറയാണ്. അതാണ് ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നതൊക്കെ ചിലപ്പോൾ പിന്നെ